തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇടതുപക്ഷത്തിന് നാം പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. പക്ഷേ ഞങ്ങൾ ഈ നാടിനോട് വളരെ വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണാവോ? തെരഞ്ഞെടുപ്പ് ഫലം വന്ന് പരാജയപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റണില്ല. കരഞ്ഞ് കണ്ണീരൊഴുക്കി വീടുകളിലേക്ക് പോവുകയല്ല ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ചെയ്തത്. അതിനൊന്നും ഇല്ലേ? നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് മുറിക്കകത്ത് കടച്ചിട്ടവരല്ല ഡിവൈഎഫ്ഐക്കാർ. നീ ഒരു പോരാളിയാണ്ട പ്രസന്ന, ഞാൻ ഉണ്ട് നിന്റെ കൂടെ. ഇനി രാഷ്ട്രീയ പ്രവർത്തനം വേണ്ട എന്ന് പറഞ്ഞ് രോമാഞ്ചറി കാണാൻ പോയവരല്ല ഡിവൈഎഫ്ഐക്കാർ. കേരളത്തിൽ ഉച്ചയ്ക്ക് ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിലെ പൊതിച്ചോറ് വിതരണം മുടങ്ങിയിട്ടുണ്ടോ? ഇതുവരെ നുണ പറഞ്ഞ പോലെ അല്ല, സത്യമാണ് കേട്ടോ. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം മാനവികതയുടെ മുദ്രാവാക്യമാണ്. ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ ഒരു ഹിമാലയ ഫ്രോഡാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അടുത്ത് നമ്പർ അടക്കലുണ്ടല്ലോ, നിന്നെ മടക്കി ഒടിച്ച് ചുരുട്ടി കൂട്ടും ഞാൻ. ലോകത്ത് എവിടെ വേദനിക്കുന്ന മനുഷ്യനുണ്ടോ ആ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന വിശ്വമാനവികതയുടെ മുദ്രാവാക്യമാണ്. ഒരു എണ്ണ തന്നാണ്ടല്ലോ നിന്റെ ചെവിക്കല്ല് പൊട്ടും. ഓരോ വീടുകളിലും ചെന്ന് പൊതിച്ചോറ് ശേഖരിച്ച് ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. സർക്കാർ ആശുപത്രിയിലെ പാവപ്പെട്ടവന് ചോറ് കൊടുക്കുന്ന സ്നേഹത്തിന്റെ പ്രതീകമായി ഈ സംഘടന നിൽക്കുന്നത്. സ്നേഹം കാണുമ്പോ സത്യത്തിൽ ഏറ്റവും അധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുന്ന സംഘടനയായി ഈ സംഘടന നിൽക്കുന്നത്. എന്നാലും ഒരു സംതൃപ്തി വരുന്നില്ല.